സ്വാഗതം. സയന റിലേഷൻഷിപ്പ് കാർഡ് റീഡിങ്ങിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ പ്രദീപ് ഹരിഹരൻ. ഞാനൊരു ടാരോ അധ്യാപകനാണ്. ഇന്ന് ഞാൻ താങ്കൾക്ക് വേണ്ടി യൂണിവേഴ്സിനോട് ചോദിക്കുന്നത് എവിടേക്കാണ് താങ്കളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ എനർജിയിൽ തുടങ്ങിയിട്ട് നമുക്ക് എവിടേക്കാണ് പോകുന്നത് നോക്കാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് താങ്കളുടെ എനർജിയാണ്. രണ്ടാമത്തെ കാർഡ് താങ്കളുടെ പാർട്ട്ണർ. നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല വിവാഹ ബന്ധങ്ങൾ നിലനിന്ന് പോകുന്ന രീതിക്കാണ്, വേറെ ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. എന്ത് ഊർജ്ജമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മൾ ചോദിക്കുന്നു. എവിടേക്കാണ് റിലേഷൻഷിപ്പ് പോകുന്നത്? ഒരു 14 അല്ലെങ്കിൽ 28 ദിവസത്തിനുള്ളിൽ. കാരണം മൂണോളജി കാർഡിന് അത്രയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂ. എന്താണ് താങ്കളുടെ ഊർജ്ജം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്താണ്? നമുക്ക് വന്നിരിക്കുന്നത് ഹോൾഡ് യുവർ വിഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഫിക്സ്ഡ് മൂൺ എന്ന് പറയും. ഹോൾഡ് യുവർ വിഷൻ എന്ന് പറയുന്ന ഫിക്സ്ഡ് മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്കൊന്നും അനങ്ങാത്ത പോലെ തോന്നും. പക്ഷേ അതേസമയം നമ്മൾ നമ്മുടെ വീക്ഷണം കയ്യിൽ വെക്കണം എന്നാണ് പറയുന്നത്. നമുക്കൊരിക്കലും നിരാശ തോന്നാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ എപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നത് താങ്കളുടെ വിഷനിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ താങ്കളെ അഭിനന്ദിക്കുന്നു. എന്താണ് താങ്കളുടെ പാർട്ട്ണറുടെ ഊർജ്ജം എന്ന് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഒരു ന്യൂ മൂൺ ഇൻ ക്യാൻസർ എന്ന് പറയുന്ന കാർഡാണ്. ന്യൂ മൂൺ ഇൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അമാവാസി കഴിഞ്ഞ ദിവസം, അതിൻ്റെ അടുത്ത ദിവസത്തെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പോഴും നമുക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് ചെറിയൊരു പ്രതീക്ഷയുടെ ഒരു നാളം എന്ന് പറയുന്ന ഒരു ഇതാണ് നടക്കുന്നത്. യു ആൻഡ് യുവർ ലവ്ഡ് വൺസ് ആർ സേഫ് എന്ന് പറയുന്നൊരു സന്ദേശമുണ്ട്. അപ്പോൾ താങ്കൾക്ക് താങ്കളുടെ പാർട്ട്ണറെ കുറിച്ചിട്ട് അടുത്ത ആശങ്ക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അവർ സേഫാണ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഊർജ്ജങ്ങൾ നോക്കിയാൽ വ്യത്യാസം കണ്ടില്ലേ? താങ്കൾ വളരെ ഹോൾഡ് ഇതിൽ നിൽക്കുമ്പോൾ ഈ ഭാഗത്ത് ഒരു ഇരുട്ട് അമാവാസി കഴിഞ്ഞ് ഇതിലേക്ക് വരുന്നേ ഉള്ളൂ. ഇപ്പോഴുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജി എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്കത് കാണുന്നത് ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീം. വാക്സിംഗ് ക്രസൻറ്റ് മൂൺ എന്ന് പറയുന്നൊരു കാർഡാണ്. ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ ഇതിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ എനർജി നിങ്ങളുടെ ഇടയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ചെറിയ തോതിലുള്ള ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഈ വ്യക്തി ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. പക്ഷേ ആ വ്യക്തി ചെറിയൊരു പ്രതീക്ഷയുണ്ട്. താങ്കൾ ഉറച്ചാണ് നിൽക്കുന്നത്, താങ്കളുടെ എനർജി ഇതായിട്ട് വരുന്നതാണ് പറയുന്നത്. എവിടേക്കാണ് ഈ ബന്ധം പോകുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ കാർഡ് എന്ത് വന്നാലും എന്നെ കുറ്റം പറയരുത്, കാരണം കാർഡിൽ കാണുന്നേ പറയാൻ പറ്റുള്ളൂ. അടുത്ത 28 ദിവസത്തിനുള്ളിൽ നമുക്ക് നോക്കാം. നമുക്ക് വന്നിരിക്കുന്നത് നോർത്ത് നോഡ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഇത് റയറായിട്ടുള്ളൊരു കാർഡാണ് വരുന്നത്. സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ എന്നാണ് പറയുന്നത്. സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും നമ്മുടെ ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷന് സമയമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ താങ്കൾക്ക് താങ്കളുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇനി വരുന്ന ഈ ദിവസങ്ങളിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയ പ്രതീക്ഷ എടുത്തുണ്ട്. താങ്കൾക്ക് താങ്കളുടെ ഇതിൽ ഉറച്ചു നിൽക്കാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കാർഡുകൾ പറയില്ല, പക്ഷേ താങ്കൾക്കറിയാം എന്ത് ചെയ്താലാണ് ആ ബന്ധം നല്ല രീതിയിൽ പോകാന്നുള്ളത്. അതിനുവേണ്ടി ശ്രമിച്ചാൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ നന്നായിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത്. അടുത്ത ഒരു 28 ദിവസത്തിനുള്ളിൽ ഐ വിഷ് യു വെരി ഗുഡ് നൈറ്റ് ഡിയർ. നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.